ബേപ്പൂരുകാരോട് എന്തോ ഒരു വിരോധം കോൺഗ്രസിന് UDF-ന് ഉണ്ട്. നിങ്ങൾ അവരുടെ സ്ഥാനാർത്ഥിയെ നോക്കൂ. ഞാൻ ആരെയും വ്യക്തിപരമായി ഇകഴ്ത്താൻ ആഗ്രഹിക്കുന്നില്ല. വ്യക്തിപരമായ അധിക്ഷേപമല്ലാതെ ഇപ്പൊ റിയാസിനെ മരുമോ എന്നാണ് പറയുക. മരുമോ എന്ന് പറഞ്ഞാൽ എന്താ തെറിയ? അദ്ദേഹം അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഒരു നിർഭാഗ്യം, നിങ്ങളുടെ മാത്രമല്ല റിയാസിന്റെയും ഒരു നിർഭാഗ്യം, ജനാധിപത്യത്തിൽ അന്തസ്സുള്ള ഒരു എതിരാളിയെ കിട്ടിയില്ല എന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ നാട് കോൺഗ്രസിനെ എതിർക്കേണ്ടത് ഇന്നലകളിൽ അധികാരമുള്ള സമയത്ത് നാട്ടിലെ സാധാരണക്കാരനെ മറന്നു ഭരിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ ചവിട്ടി മെതിച്ചു കളഞ്ഞു എന്നതുകൊണ്ട് മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല രാഷ്ട്രീയ നേതാവിനെ സ്ഥാനാർത്ഥിയായി പോലും തന്നില്ല എന്നതുകൊണ്ടാണ്. ബേപ്പൂരുകാരോട് എന്തോ ഒരു വിരോധം കോൺഗ്രസിന് UDF-ന് ഉണ്ട്. നിങ്ങൾ അവരുടെ സ്ഥാനാർത്ഥിയെ നോക്കൂ. ഞാൻ ആരെയും വ്യക്തിപരമായി ഇകഴ്ത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ആരുടെയും പേര് പോലും പറയാത്തത്. പക്ഷെ അദ്ദേഹം വായ തുറന്നാൽ വ്യക്തിപരമായ അധിക്ഷേപമല്ലാതെ, വിദ്വേഷമല്ലാതെ നാടിന്റെ ഭാവിയെക്കുറിച്ചോ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചോ എന്തെങ്കിലും കാഴ്ചപ്പാടുകൾ, പദ്ധതി, നിലപാട് പറയുന്നുണ്ട്? വ്യക്തിപരമായ അധിക്ഷേപമല്ലാതെ. ഇപ്പൊ റിയാസിനെ മരുമോ എന്നാണ് പറയുക. മരുമോ എന്ന് പറഞ്ഞാൽ എന്താ തെറിയ? അദ്ദേഹം അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. എല്ലാ ആളുകളും മകനും മരുമോനും ഒക്കെ അല്ലേ? ആരുടെയെങ്കിലും ഒക്കെ മരുമോനല്ലേ എല്ലാവരും? അയാളും ഒരു മരുമോനല്ലേ? അതെന്താ നമ്മളാരും അങ്ങനെ വിളിക്കാത്തത്? എല്ലാ മനുഷ്യരും മകനും മരുമകനും മരുമകളും മകളും ഒക്കെയാണ്. നിങ്ങൾക്ക് ഈ നാടിന്റെ മുൻപാകെ വെക്കാനുള്ളത് വ്യക്തി അധിക്ഷേപമാണെങ്കിൽ, വ്യക്തിപരമായ പകയാണെങ്കിൽ, ആ ശത്രുതയ്ക്കും പകയ്ക്കും രാഷ്ട്രീയത്തിൽ എന്ത് സ്ഥാനം? എന്ത് സ്ഥാനം? ഈ നാട്ടിലെ ഓരോ പൊതുപ്രവർത്തകന്റെയും ഉത്തരവാദിത്വം ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ അഭിവൃദ്ധി ഉണ്ടാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനാവും, നാട്ടിൽ എന്തൊക്കെ വികസനം സാധ്യമാക്കും, അത് സംബന്ധിച്ചല്ലേ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്, പറയേണ്ടത്. അതിന് പകരം നിരന്തരം ഇങ്ങനെ അധിക്ഷേപം പറഞ്ഞുകൊണ്ടിരിക്കുക, വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുക.